നമസ്കാരം. കോൺഗ്രസ് വിളച്ചിലെടുത്താൽ ഇറങ്ങിപ്പോകുമെന്ന ശശി തരൂർ എംപിയുടെ ഭീഷണി ഏറ്റതോടെ എന്തു ചെയ്യണമെന്നറിയാതെ കോൺഗ്രസ് നേതൃത്വം മുങ്ങിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസിനെ തകർത്ത് തരിപ്പണമാക്കുന്നതായിരുന്നു തരൂരിന്റെ പ്രതികരണം. ഇതോടെ നയം മാറ്റി കാലുപിടിക്കൽ നയവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം KPCC അധ്യക്ഷൻ കെ സുധാകരൻ. കണ്ണേ ചക്കരെ പൊന്നെ എന്നാണ് തരൂരിനെ വിളിക്കാൻ. എന്തായാലും മറ്റു മുന്നണികൾ ഇരു കൈയും നീട്ടി തരൂരിനെ സ്വീകരിക്കാൻ തയ്യാറായതോടെയാണ് കോൺഗ്രസിനെ നെഞ്ചെടുപ്പ് കൂടിയത്. ഇതോടെ സംസ്ഥാന നേതാക്കൾക്ക് ശക്തമായ താക്കീത് നൽകിയിരിക്കുകയാണ് ഹൈക്കമാൻഡ്. എന്തായാലും ശശി തരൂരിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കുമെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ പറയുന്നത്. തരൂർ മാറ്റിപ്പറയാനും തിരുത്താനും തയ്യാറായതിനെ സ്വാഗതം ചെയ്യുന്നു. വലിയ അബദ്ധമൊന്നും ശശി തരൂർ പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണ് കോൺഗ്രസിലെ മൂശാട്ടകൾ ഇക്കണ്ട കോലാഹലം ഉണ്ടാക്കിയതെന്ന് അറിയില്ല. അങ്ങനെ പറഞ്ഞതിനെല്ലാം അദ്ദേഹം വ്യക്തത വരുത്തിയിട്ടുണ്ടെന്ന് തരൂരിന്റെ വലിയ മനസ്സിന് നന്ദിയെന്നാണ് സുധാകരൻ പറയുന്നത്. മുതിർന്ന നേതാവ് മുൻ KPCC അധ്യക്ഷനുമായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ അനുഭവ പാരമ്പര്യം ഉപയോഗപ്പെടുത്തുന്നതിൽ കുറച്ചു കാലമായി വീഴ്ചയുണ്ടായിരുന്നു. അതിൽ ഖേദമുണ്ടെന്നും കോഴിക്കോടെത്തിയ മുല്ലപ്പള്ളിയെ നേരിട്ട് കണ്ട ശേഷം സുധാകരൻ പറഞ്ഞു. അതിപ്പോഴാണ് ഒന്ന് ബോധം വന്നത്. മുല്ലപ്പള്ളിയുമായി പ്രശ്നങ്ങളൊന്നുമില്ലെന്നും ഞങ്ങൾ ഒരമ്മ പെറ്റ മക്കളാണെന്ന് പിന്നെ എന്തു വേണം. ഒരു കാരണവശാലും മുല്ലപ്പള്ളിയെ കൈവിടില്ലെന്നും ഇടത് സർക്കാരിനെ താഴെ ഇറക്കാൻ ഒരു മൊട്ടുസൂചി ആയുധമാക്കേണ്ടി വന്നാൽ അതും ചെയ്യുമെന്നും. അപ്പോൾ ഇപ്പൊ തരൂരിന് മുന്നിൽ താഴ്ന്നത് അതിൻ്റെ ഒരു പ്രതികരണമാണ് എന്നാണ് അർത്ഥം. എല്ലാ നേതാക്കളെയും നേരിൽ കണ്ട് സംസാരിക്കുമെന്നും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നിട്ടുണ്ട്, അത് പരിഹരിക്കാൻ വൈകിയതും മനഃപൂർവ്വം അല്ലാന്ന്. അങ്ങനെ സംഭവിച്ചാൽ ഖേദമുണ്ടെന്നാണ് സുധാകരൻ ഇപ്പൊ പറയുന്നത്. സുധാകരനുമായി പണ്ടേ ഉള്ള ബന്ധമുണ്ടെന്നും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് മാത്രമാണ് ഉണ്ടായതെന്നാണ് മുല്ലപ്പള്ളിയുടെ പ്രതികരണം. അത് പരിഹരിക്കാൻ സുധാകരൻ മുൻകൈയെടുത്തു. ഞങ്ങൾ രണ്ടുപേരും ഏകാധിപത്യ പോരാട്ടത്തിൽ മുൻനിരയിൽ നിന്നവരാണെന്ന്. പാർട്ടിയിലെ അസ്വാരസ്യങ്ങൾ ശാശ്വതമായി പരിഹരിക്കാനാണ് ദില്ലിയിൽ നിന്നുള്ള നിർദ്ദേശം. ഐക്യ സന്ദേശം കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കൾക്കും ദില്ലിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെന്നും മുല്ലപ്പള്ളി കൂട്ടിച്ചേർത്തു. ഇനി എന്തായാലും ഐക്യം എല്ലാം കൂടി കോൺഗ്രസിനെ ഒന്നുകൂടി പുതുക്കാനുള്ള തീരുമാനത്തിലാണ് എല്ലാ നേതാക്കളും. പുതുക്കുമോ താഴേക്ക് പോകുമെന്ന് നമുക്ക് കാണാം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.